ഇന്നൊരു അടിപൊളി മുരിങ്ങയ്ക്ക തീയൽ റെഡിയാക്കിയാലോ? അപ്പോൾ വേഗത്തിൽ ഇതൊന്ന് ചെയ്തെടുക്കാം. തീയൽ ഉണ്ടാക്കുന്നതിനായി അരമുറി തേങ്ങയാണ് ഞാനിവിടെ ചിരകിയെടുത്തിരിക്കുന്നത്. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ഈ തേങ്ങ അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കണം. മുഴുവൻ തേങ്ങയും ഒരുപോലെ ഫ്രൈ ആയി വരുന്നതിന് വേണ്ടി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ചേർക്കാം. ശേഷം 1/4 ടീസ്പൂൺ ഉലുവ. ഇനി വറ്റൽമുളക് ചേർക്കാം. ഇതൊരു 6 വറ്റൽമുളക് കുരു കളഞ്ഞെടുത്തതാണ്. ഇത്രയും വേണമെന്നില്ല, എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി തേങ്ങ ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാവുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ആറട്ടെ. ആറിയ ശേഷം ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു വന്നതാണ് ഈ കാണുന്നത്. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 5-6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 സവോള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം. ഇതൊന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് പടവലങ്ങ നീളത്തിൽ അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി പടവലങ്ങയൊക്കെ ഒന്ന് വാടി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും കൂടെ ഇതിലേക്ക് ചേർക്കാം. 1 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ് ഞാനിതിലേക്ക് ഉപയോഗിക്കുന്നത്. മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. മുരിങ്ങയ്ക്ക പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഈ ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞതും കൂടെ ചേർക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതാണിത്. അത് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അവസാനമായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വാങ്ങി വെക്കാം. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.